സർ, മുതലാളിത്തത്തിനെതിരെ ഒരു കാലത്ത് കോൺഗ്രസ് ആയുധമാക്കിയ ഒരു വസ്ത്രം തന്നെയാണ് ഖദർ. ഖദറിനെ ഇപ്പോൾ യുവനിര നേതാക്കൾ ഉപേക്ഷിക്കുന്നു എന്നുള്ള ഒരു പരാമർശം വന്നിരിക്കുകയാണ്. അത്തരത്തിൽ ഖദർ അങ്ങനെ ഉപേക്ഷിച്ചാൽ ഇല്ലാതാവുന്നതാണോ കോൺഗ്രസിന്റെ പല ആശയങ്ങൾ? ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഉജ്ജ്വല ശബ്ദമായിരുന്നു അജയ് തറയിൽ. അദ്ദേഹം നിത്യേന എന്നോണം ടി വിയിൽ വന്നിട്ട് ഉജ്ജ്വലമായ വാഗ്വാദങ്ങൾക്ക് അധ്യക്ഷത വഹിച്ചിട്ടുള്ള ആളാണ്. ഒരു വൻമരമായിരുന്നു കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങൾ ഇപ്പോൾ വനരോധനങ്ങളായി അടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ്സിലൊരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു ശബ്ദമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. നോൺ പേഴ്സണ എന്ന് പറയുന്നത്. പേഴ്സണ നോൺ ഗ്രാറ്റ ആയിട്ടില്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങൾക്ക് വേണ്ടത്ര വിലയോ ശബ്ദമോ ഒന്നും കോൺഗ്രസിൻ്റെ അണികളിൽ നിന്ന് തന്നെ കിട്ടാറില്ല. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ പൊട്ടിച്ച ഒരു വെടിക്ക് വ്യാപകമായിട്ടുള്ള അംഗീകാരം കിട്ടിയിരിക്കുന്നു. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഒരു കാലത്ത് 95% കോൺഗ്രസ്സുകാർ അണിഞ്ഞിരുന്ന ഖദർ വസ്ത്രം ഇപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ദീനരോധനം മാത്രമാണ്. ശക്തമായിട്ടൊരു ആഹ്വാനമോ പ്രതിഷേധമോ ഒന്നുമില്ല. പി ജയരാജൻ പറഞ്ഞതുപോലെ തന്നെ ദുർബലമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ദുർബലമായിട്ടൊരു അപേക്ഷ അല്ലെങ്കിൽ ഒരു വനരോധനം, ഒരു രോദനം, ഒരു നിലവിളി മാത്രമാണ് കോൺഗ്രസിൻ്റെ. നമുക്കറിയാവുന്നതുപോലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും കൊടി അടയാളമായിരുന്നു ഖദർ, ഖാദി എന്ന് പറയുന്ന വസ്ത്രം. അതിനൊരു രാഷ്ട്രീയവും ഉണ്ടായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർ ലാഭം കൊയ്തത് മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന നഗരത്തിൽ നെയ്യുന്ന വസ്ത്രങ്ങൾ ഇന്ത്യയിൽ വിറ്റുകൊണ്ടാണ്. വിദേശ വസ്ത്രങ്ങൾ, ടെർലിൻ, അന്ന് പോളിയസ്റ്റർ ആയിട്ടില്ല, അങ്ങനെ ആ ബ്രാൻഡിൽപ്പെട്ട ഷർട്ടുകൾ കൊണ്ട് പെട്ടെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ടെർലിൻ ഷർട്ട്, ഗ്രേറ്റ് എന്നൊക്കെ പറയുമായിരുന്നു ആ ഒരു കാലത്ത്. അതിൻ്റെയൊക്കെ ഗുണം ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് ചേരുകയില്ലെന്നും അറിയുന്നതിൻ്റെ ഫലമായിട്ട് ടെർലിനിൽ നിന്നും ഇപ്പോൾ പുതിയ തലമുറ കോട്ടണിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഖദറിന് വേണ്ടത്ര പ്രാമുഖ്യം ലഭിക്കുന്നില്ല. ഒരു കാലത്ത് ഖദർ സ്കൂളിലെ യൂണിഫോം ആക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഔദ്യോഗിക വേഷമായിട്ട് സർക്കാർ ഓഫീസുകളിൽ ഇത് ധരിക്കണമെന്നും പറഞ്ഞ് നിർദ്ദേശങ്ങളുണ്ടായി. എവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും കൂടിയ ലൂയി ഫിലിപ്പിൻ്റെയും വ്യാൻ ഹ്യൂസിൻ്റെയും ഷർട്ടുകൾ ധരിച്ചപ്പോൾ വരുന്ന ശമ്പളം ഇഷ്ടം പോലെ ഉണ്ടെന്നേ. അപ്പോൾ ഖദർ സാർവത്രികമായിട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഇപ്പം എന്നെപ്പോലെ ചില വയസ്സന്മാർ മാത്രം ഉപയോഗിക്കുന്ന, അവർ പോലും ഉപയോഗിക്കുന്നില്ല, അവർ പോലും ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം മാത്രമായിട്ട് ഇത് മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോൾ അതിനപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കണം. മഹാത്മജി ആണല്ലോ ഇവരെപ്പോഴും 100 വട്ടം ഉരുവിട്ട് പറയുന്ന അവരുടെ ഒരു വിഗ്രഹമായിട്ട്. മഹാത്മാഗാന്ധി ഒറ്റച്ചേലയാണ് അണിഞ്ഞിരുന്നത്. ദൈവാതലം പോലെ ഇദ്ദേഹം പറഞ്ഞില്ല, അജയ് തറയിൽ പറഞ്ഞില്ല ഈ ഒറ്റച്ചേലയിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നത് വലിയ ഭാഗ്യമായി. ഒറ്റച്ചേലയും അണിഞ്ഞാണിപ്പോൾ ഈ നേതാക്കന്മാരൊക്കെ വരുന്നതെങ്കിൽ നമ്മളവരെ നേരിട്ട് കാണാൻ വളരെയധികം ബുദ്ധിമുട്ടായി പോകത്തില്ലേ. ഗാന്ധിജിയെ ധരിച്ചിരുന്നു. സന്യാസ തുല്യമായിട്ടുള്ള ഒരു പരിവ്രാജകൻ്റെ തന്നെ പരിവേഷത്തോടു കൂടി അദ്ദേഹം ഗ്രാമാന്തരങ്ങളിലൂടെ ഇന്ത്യ ആകമാനവും അതുപോലെ ബ്രിട്ടീഷ് വട്ടമേശ സമ്മേളനങ്ങളും ബ്രിട്ടീഷ് രാജ്ഞിയുടെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത് ദി ഹാഫ് നേക്കഡ് ഫക്കീർ, അർത്ഥനഗ്നനായിട്ടുള്ള സന്യാസി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. കാരണം ബ്രിട്ടീഷുകാരെല്ലാം 3 പീസ് സ്യൂട്ട് ഇട്ടുകൊണ്ടാണ് അവിടെ രാജ്ഞിയെ കാണാനൊക്കെ പോകുന്നത്. അവരുടെ ഔദ്യോഗിക വേഷം അങ്ങനെ ആയിരിക്കണം. വേഷത്തിൻ്റെ കാര്യത്തിൽ, വേഷവിധാനത്തിൻ്റെ കാര്യം, പാർട്ടിക്ക് പോകുമ്പോൾ വേഷത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായി ചിട്ടകൾ ഏർപ്പെടുത്തിയ സംസ്കാരമാണ് ഇംഗ്ലീഷ് സംസ്കാരം, അവരുടെ മാനേഴ്സ്. അതുപോട്ടെ. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ നേതാവ് മഹാത്മാഗാന്ധിയെ നമുക്കങ്ങ് വിടാം. ഇപ്പോഴത്തെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വേഷം എന്താ? രാഹുൽ ഗാന്ധിയെ ടീഷർട്ട് ഇല്ലാതെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വെള്ള ടീഷർട്ട്. അതെന്തിനു വേണ്ടി അദ്ദേഹം ധരിക്കുന്നത്? ഹാഫ് കൈയിട്ട ടീഷർട്ടുമായിട്ട് പോകുന്നത്. അദ്ദേഹം വിദേശത്ത് പോകുമ്പോഴും അങ്ങനെ. കാരണം ജിമ്മിൽ പോയി ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മസിൽ പവറാണെന്നേ. ആ മസിൽ കാണിക്കാതെ അദ്ദേഹത്തിന് പോകാൻ പറ്റത്തില്ല. അതിനാണ് ഈ വെള്ള ടീഷർട്ട് വിട്ടുകൊണ്ട് അദ്ദേഹം മസിലും പിടിച്ചുകൊണ്ട് പാർലമെൻറ്റിലേക്കും രാഷ്ട്രീയ വേദികളിലേക്കും ഒക്കെ കടന്നു ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചില സമയങ്ങളിൽ ബർമുടയുമാണെന്ന് തോന്നുന്നു. എന്തായാലും ശരി, ഈ ഗാന്ധിജിയുടെ ഒറ്റച്ചേലയ്ക്ക് പകരം കോൺഗ്രസ്സുകാരെല്ലാം ഇനി ബർമുട അണിയണം എന്നുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ അനുകരിക്കണമെന്നൊരു തീരുമാനം വരാഞ്ഞത് നന്നായി. കാരണം പണ്ടത്തെ പോലീസുകാർ ഇത് അണിഞ്ഞിരുന്നപ്പോൾ സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആ വേഷത്തിനെതിരെ സമരം ചെയ്തിട്ട് പോലീസുകാരിപ്പോൾ നീണ്ട പാൻറ്റുകൾ ധരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് അവർ ധരിച്ചിരുന്ന നിക്കറുകളായിരുന്നു ഒരു കാലത്ത്, പട്ടീസ്. അതിനടിയിൽ ഒരു പട്ടീസേ കാണത്തുള്ളൂ, അത് കാലിൽ ചുറ്റാൻ വേണ്ടി മാത്രം. അപ്പോൾ ആ വക വേഷങ്ങളിലേക്കൊക്കെ വികൃതമായിട്ടുള്ള വസ്ത്രധാരണങ്ങളെ അല്പവസ്ത്രധാരണത്തിലേക്കൊക്കെയാണല്ലോ ഇപ്പോൾ സമൂഹം കടന്നു പോകുന്നത്. ആ അല്പവസ്ത്രധാരണത്തിലേക്ക് പോകാത്തത് എന്തായാലും നന്നായി.
ആ ഒരു കാരണം രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയെ അനുകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഖദർ വസ്ത്രം തന്നെ അണിയണം. അദ്ദേഹം സ്പിൻ ചെയ്യുന്ന, അദ്ദേഹം തുന്നുന്ന ഖദർ വസ്ത്രമാണ് അണിയുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പോഴത്തെ നേതാവ് രാഹുൽ ഗാന്ധിയെ അനുകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരം വസ്ത്രങ്ങളിലേക്ക് പോകേണ്ടത് വരും. എന്തായാലും നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരെങ്കിലും ടീഷർട്ട് അണിഞ്ഞിങ്ങനെ വരുന്നില്ല. അവരെല്ലാം കൂടുതൽ പേരും ഞാൻ കണ്ടിട്ടുള്ളത് ഖദർ വസ്ത്രം, നല്ല തൂവള്ള ഖദർ വസ്ത്രവുമായിട്ടാണ്. പക്ഷേ ഈ പറയുന്ന 95% പേരില്ല. പലരും ഇപ്പോൾ വസ്ത്രം മാറിയെന്നാണ് ഇപ്പോൾ ഇദ്ദേഹം ആരോപിക്കുന്നത്. യുവ നിരയിലുള്ള കോൺഗ്രസ് നേതാക്കളാണ് ഇത്തരത്തിലുള്ള വസ്ത്രം മാറ്റിയിരിക്കുന്നത്. ഷർട്ടും മുണ്ടുമൊക്കെയാണ്, ഈ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇപ്പോൾ കുറച്ചുകൂടി ഇടുന്നത്. ഖാദി, അതായത് ഖാദി ടൈപ്പ് വസ്ത്രങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളാണ് വന്നത്. ഇദ്ദേഹത്തിന്റെ പരാതി പ്രധാനമായിട്ട് ശശി തരൂർ MP തിളങ്ങുന്നത് മിക്കപ്പോഴും കളർ ജൂബയിൽ, വലിയ വില കൂടിയ വസ്ത്രങ്ങളാണത്. ജൂബയാണെങ്കിൽ അത് വില കൂടിയ ജൂബയാണ്, VS അച്യുതാനന്ദൻ്റെ ജൂബയല്ലത്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലും ഖദറിലും വെള്ളയിലുള്ള നേതാക്കൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖദർ തന്നെ ഉപേക്ഷിക്കുകയാണ്. ഖദറിൽ തന്നെ ഖദർ സ്റ്റോറി കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ പറഞ്ഞ സാധനമൊന്നും ചിലവാകുന്നില്ല. 10-15 ജീവനക്കാരുണ്ട്, അവർ വെറുതെ അവിടെ കുത്തിയിരിക്കുകയാണ്, ആരും വാങ്ങിക്കാൻ വരുന്നില്ല. ഖാദി ഗ്രാമോദ്യോഗ ഭവനുകൾ എല്ലാം തന്നെ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കേരളത്തിലെ അതിൻ്റെ വൈസ് ചെയർപേഴ്സണായിട്ടിരിക്കുന്ന ആരാ? P. ജയരാജനാണ്. അദ്ദേഹം പോലും ഖാദി അണിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ കേരളത്തിലെ യുവ നേതാക്കൾ പലരും മാറിക്കഴിഞ്ഞു. MP മാരായ ഹൈബി ഈഡനും ഷാഫി പറമ്പിലും MLA മാരായ രാഹുൽ മാങ്കൂട്ടവും മാത്യു കുഴൽനാടനും മുൻ MLA മാരായ VT ബൽറാമും ശബരിനാഥും ഒക്കെ തന്നെ ഖദറിൽ നിന്ന് പതുക്കെ വഴിമാറിയതാണ്. അത് രഞ്ജിനി പറഞ്ഞത് ശരിയാണ്. ചെറുപ്പക്കാർ മുഴുവൻ പുതിയ ട്രെൻഡുകളിലേക്ക് മാറിത്തുടങ്ങി. അല്ല, ഖദറിനെ ഈ പറഞ്ഞതുപോലെ മാറ്റി നിർത്തണം എന്നല്ല പറയുന്നത്. പക്ഷെ ഇഷ്ടമുള്ള വസ്ത്രം പാർട്ടി നേതാക്കന്മാർ ധരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് യുവ നേതാക്കളല്ലേ. ഇപ്പം നമ്മളൊക്കെ പണ്ട് പറയും ഈ വിധവകൾ വെള്ള വസ്ത്രം തന്നെ ധരിക്കണം, അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഇതാണ്. പക്ഷെ എത്ര വിധവകൾ ഇപ്പോൾ അത്തരത്തിൽ വെള്ള വസ്ത്രം ധരിച്ച്, പണ്ടൊക്കെ തമിഴ്നാട്ടിലൊക്കെ തലമുണ്ടനം കൂടി ചെയ്ത് അങ്ങനെ ഒരു മുറിക്കത് തുള്ളി. പക്ഷെ ഈ നമ്മളുടെ തലമുറ മാറും തോറും എന്താ പറയുക, വിധവകൾ ഒരു പക്ഷെ ഒരു മാസമൊക്കെ വീട്ടിൽ ഇരിക്കും. പക്ഷെ അവരെ മുന്നോട്ട് സമൂഹത്തിന് മുന്നിലോട്ട് കൊണ്ടുവരാൻ തക്ക രീതിയിലുള്ള പ്രാപ്തരായിട്ടുള്ള അല്ലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചുറ്റുമുണ്ടെങ്കിൽ അവർ മുന്നിലേക്ക് തന്നെ വരും. പഴയ രീതിയിൽ അവരുടെ ജീവിതം മുന്നിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പം ഞാനിതൊരു എക്സാമ്പിൾ, ഉദാഹരണം പറഞ്ഞത്, നമ്മളുടെ രാജ്യവും നമ്മളുടെ ഇതൊക്കെ പുരോഗമിക്കും തോറും കളർ ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, വേണം, ഖാദിയെ ഉപേക്ഷിച്ചുകൊണ്ടാവരുത് എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഒരു പക്ഷേ ഖാദി എന്ന് പറയുന്ന സാറി പറഞ്ഞതുപോലെ ഒരുപാട് പേര് ഗ്രാമങ്ങളിൽ നെയ്ത് അവർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നത്. അത് ഈ പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കൾ, ഈ കോൺഗ്രസ് പാർട്ടി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഞങ്ങളുടെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം അവരാഴ്ചയിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന ഫംഗ്ഷനുകൾക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗവൺമെൻറ് സർവീസിലുള്ളവർ ഇവരൊക്കെ വാങ്ങിക്കുവാണെന്ന്, ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ സാറ് ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ ആ ഒരു ജനവിഭാഗത്തെ, ആ ഒരു തൊഴിലാളി വർഗത്തെ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. അവരുടെ ജീവിത നിലവാരത്തെയും ഈ ഖാദി എന്ന് പറയുന്ന വസ്ത്രം ഒരു പക്ഷേ ലോകമെമ്പാടും ലൂയിസ് ഫിലിപ്പ് പോലെ അല്ലെങ്കിൽ അലൻസോളി പോലെ വലിയ ബ്രാൻഡഡ് ഇതായിട്ട് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിന് നമ്മുടെ രാജ്യത്തിലെ ഓരോ വ്യക്തികളും ശ്രമിക്കണം. ഇപ്പോൾ കോൺഗ്രസ്സുകാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ, തൊഴിലാളി വർഗത്തിൻ്റെ വലിയൊരു പ്രസ്ഥാനം ഭരിക്കുന്ന ഈ നാട്ടിൽ അവർ കൂടി ചിന്തിക്കണമല്ലോ. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ഖാദി പ്രൊഡക്റ്റുകൾ കുറച്ചുകൂടി ലോകരാജ്യങ്ങളിലേക്ക് വിപണനം ചെയ്യാൻ വേണ്ടി അത് നമ്മൾ ഓരോ കുടുംബത്തിലെ വ്യക്തികൾ ശ്രമിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസിനെ മാറ്റം പഴിചേരേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഇടാവുന്നതാണ്. ഇപ്പം യുവതലമുറയാകുമ്പം രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന മോഡേൺ ഡ്രസ്സ് ഇട്ടുകൂടാ എന്നൊന്നുമില്ലല്ലോ. നമ്മളിപ്പം അമേരിക്കയിലോട്ടൊക്കെ ചെന്ന് അവിടുത്തെ പ്രസിഡന്റ് ആണെങ്കിലും ജർമ്മനിയിലൊക്കെ അവരൊക്കെ എന്ന് വെച്ചാൽ മോഡേൺ വസ്ത്രങ്ങളാണ് ഇടുന്നത്. ഈ പറഞ്ഞ ബർമുഡയൊക്കെ ഇട്ടു. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി ആ ഒരു കൾച്ചറിലൊക്കെ വളർന്നത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയുള്ള വേഷധാരണം ഉണ്ടായത്. അതെ അതെ. പക്ഷെ ഈ ഖാദി, ഇപ്പൊ സോണിയാഗാന്ധി ഒക്കെ അവര് മറ്റേ സാരിയാണ് ഉടുക്കുന്നത്. അവര് കോട്ടൺ, എനിക്കൊന്ന് ഖാദി സാരിയാണെന്ന് തോന്നുന്നു. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലാത്തതാണോന്ന് എനിക്കറിയില്ല. പക്ഷെ അത്തരത്തിൽ നമ്മളെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഗവൺമെന്റ് സർവീസിലുള്ളവര് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്ന് ശ്രമിച്ചാൽ, സാർ ഈ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞതിന്റെ പിന്നിൽ ഒരാശയം മാത്രമേ എനിക്ക് എടുത്തു പറയാനുള്ളൂ. ഖാദി പ്രോഡക്റ്റുകൾ കുറച്ചുകൂടെ ലോക നിലവാരത്തിലെത്തിച്ച് ലോക വിപണികളിലേക്ക്, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി അയക്കണമെങ്കിൽ നമ്മളുടെ ഓരോ കുടുംബത്തിൽ നിന്നും തുടങ്ങണം.
ഞാനും സാറും അടങ്ങുന്ന കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. എനിക്ക് ഖദറുണ്ട്, ഖദർ വസ്ത്രമുണ്ട്. ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൂടെ. പിന്നെ ഈ പറഞ്ഞതിൽ ഒരു വലിയ കാര്യമുണ്ട്. സോണിയാഗാന്ധി വിദേശിനി ആയിട്ടുള്ള സോണിയാഗാന്ധി ഖദർ വസ്ത്രവും ഖദർ സാരിയും അവർക്ക് നന്നായിട്ട് ഇണങ്ങുന്നുമുണ്ട്. അവർ രാഷ്ട്രീയമായിട്ട് യോജിക്കുന്നെങ്കിലും വസ്ത്രത്തോട് നമ്മൾ യോജിക്കുന്നു, അവരത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യക്കാരായിട്ടുള്ള സായിപ്പന്മാരുണ്ടല്ലോ, ഇന്ത്യക്കാരായ വീടിനെ പോലുള്ള സായിപ്പന്മാർ, അവർ വിദേശ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇവിടെയാണ് അവൻ്റെ ഒരു വൈരുദ്ധ്യം. അതിലൊരു വ്യംഗ്യവും തമാശയും ഹാസ്യവും ഉണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരുടെ കാര്യം പറഞ്ഞു. കോൺഗ്രസ്സുകാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയെങ്കിലും ചെയ്തല്ലോ. എനിക്ക് തോന്നുന്നു അടുത്ത പോളിറ്റ് ബ്യൂറോ കൂടുമ്പോൾ അവരുടെ ഒരു നയവും പ്രത്യയശാസ്ത്രവും അനുസരിച്ച് അവരിപ്പോൾ മധുര കോൺഗ്രസ്സിൽ അവരണിഞ്ഞ വസ്ത്രം എന്താണ്? കഫിയ, പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന അടുത്തൊരു പോളിറ്റ് ബ്യൂറോ കൂടുമ്പോൾ കുറച്ചുകൂടെ പുരോഗമനവാദികളാണല്ലോ അവർ. ചിലപ്പോൾ എല്ലാ സഖാക്കളും അറബി വസ്ത്രങ്ങളും അണിഞ്ഞുകൊണ്ട് വേണം ഇനി നടക്കാൻ എന്നൊരു തീരുമാനം വരുമ്പോഴാണ് നമ്മളാകപ്പാടെ സങ്കടത്തിലായി പോവുക. അപ്പോൾ ഇവിടം കണ്ടു കഴിഞ്ഞാൽ CPM നേതാക്കളുടെ കാര്യം എടുത്ത എന്താണ്? അവരല്ലേ ഏറ്റവും കൂടുതൽ ഈ തൊഴിലാളി വർഗത്തിനെ ഖാദി പ്രോഡക്റ്റുകൾ കുറച്ചുകൂടി ഇത് മുഖ്യമന്ത്രിയൊക്കെ മാറ്റിയെടുത്ത വീണ ജോർജിന്റെ ഒക്കെ സാരിയുടെ വിലയൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പക്ഷേ ശൈലജ ടീച്ചറുടെ സാരി എനിക്കൊന്ന് കോട്ടൺ സാരികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞോണ്ട് ചില നേതാക്കന്മാര് പറഞ്ഞോണ്ടുപോലെ സാരിയൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല, നാരിയെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. എനിക്കിതിൻ്റെ ഒന്നും ചെറുത് കട്ടാവുമോ എന്ന് കേട്ടിട്ടുള്ളത്, അത് കണ്ടാൽ പോലും എനിക്ക് തിരിച്ചറിയില്ല. അതുകൊണ്ട് അറിയാവുന്നത് പറഞ്ഞു അതിനെക്കുറിച്ച് രഞ്ജിനി. അതിലെനിക്കൊന്നും അല്ല, ഇതാണ് ഞാനും പറഞ്ഞു വന്നത്. ഇത് പറഞ്ഞ CPM നേതാക്കളിൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ഖാദി എന്ന് പറയുന്നത്, ഖദർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പക്ഷേ സംസ്കാരത്തിനോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അത് ഈ പറഞ്ഞ നെയ്യുന്ന തൊഴിലാളി വർഗത്തിനെ അവരെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് ആദ്യം ശ്രമിക്കുന്നത്. അതിൽ കോൺഗ്രസ്സുകാരും ശ്രമിക്കണം, BJPയും ശ്രമിക്കണം. കാരണം അവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ലോക നിലവാരത്തിൽ ലൂയിസ് ഫിലിപ്പിനേക്കാളും അലൻ സോളിയേക്കാളും മറ്റുള്ള ബോട്ട് അങ്ങനെയൊക്കെയുള്ള കുറെ പ്രോഡക്റ്റുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളെക്കാളും വലിയ നിലവാരമുള്ള ഗുണനിലവാരമുള്ള ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന് കാലാവസ്ഥയ്ക്ക് മാത്രമല്ല ശരീരത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകളാക്കി മാറ്റാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുക. അതാണ് വേണ്ടത്. വളരെ നമ്മുടെ കാലാവസ്ഥ പ്രത്യേകിച്ചും ആഗോളതാപനം കൂടുമ്പോൾ നമ്മുടെ ചൂട് മഴക്കാലത്ത് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. AC ഇല്ല കിടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ശരീരത്തെ AC ആക്കുന്ന ഒരു സംവിധാനമാണ് ഖദർ വസ്ത്രം. വേണമെങ്കിൽ നിങ്ങൾ ധരിക്കുക, നിങ്ങളുടെ ശരീരത്തിന് കംഫർട്ട് കിട്ടും. AC റൂമിലാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പണ്ട് തൊഴിലാളികൾക്കിടയിൽ ഇറങ്ങി അറബ് രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ കുറെ വിറ്റഴിയുന്നുണ്ട്. അതെ, അവർക്ക് അവരുടെ കാലാവസ്ഥയ്ക്ക് ആവശ്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേസമയം AC-യിലും പിന്നെ അതുപോലെ തന്നെ AC കാറുകളിലും യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പണ്ട് തൊഴിലാളികൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചപ്പോഴാണ്, കർഷകർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചപ്പോഴാണ് അത് വളരെ അനുഗ്രഹമായിട്ട് അവർക്ക് തീർന്നത്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രഞ്ജനി കറക്റ്റാം വിധം പറഞ്ഞതുപോലെ തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണെന്ന് പറയുന്ന ആ പാർട്ടി ഇതിന് പിന്നിൽ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട പട്ടിണി അടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയെങ്കിലും ഖദർ വസ്ത്രത്തിലെ കഫിയ ധരിച്ചതുകൊണ്ട് അവിടെ നല്ല പണക്കാരെ എണ്ണപ്പണം ഇഷ്ടം പോലുള്ളവരാണ് അവർ, അത് സഹായിച്ചോളും. കഫിയ ധരിക്കുകയോ അറബ് വസ്ത്രങ്ങളോ ആവശ്യമില്ല. പാവപ്പെട്ട തൊഴിലാളികളെ സഹായിക്കാനായിട്ട് ഖദറും ഖാദിയും അതുപോലെ കൈത്തറിയുമുള്ള വസ്ത്രങ്ങൾക്ക് നിങ്ങൾ പ്രോത്സാഹനം നൽകണം എന്നുള്ളത് മാത്രമാണ്. ദയവായിട്ട് അറബി വസ്ത്രങ്ങളിലേക്ക് പോകരുത്. അത് നമ്മൾ ധാരാളമായിട്ട് നമ്മുടെ ആൾക്കാർ കാണുന്നുണ്ട്. ഇവിടെ ഗതിയില്ലാതെ കൊണ്ട് അറബ് നാടുകളിലേക്ക് ചേക്കേറുന്നതുകൊണ്ട്. അതുകൊണ്ട് അത് പ്രദർശിപ്പിക്കാതെ ദയവായിട്ട് ഖദറിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ കോൺഗ്രസ്സുകാർ കൈവിട്ടു. ഇനി നിങ്ങളെങ്കിലും അതൊന്ന് ഏറ്റെടുക്കണം എന്ന് പ്രാർത്ഥിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.